ടീം അമരവിള വേഴ്സസ് ടീം ചെന്നൈ ആണ് നടക്കാൻ പോകുന്നത്. കാസർഗോഡിന്റെ കരുത്ത് മുച്ചിരി ഇന്ന് ആദ്യമായി ഡെബ്യൂ കളിക്കുന്ന ഒരു ഇതാണ്. റേസ് ഇൻസ്റ്റാലൊക്കെ ഐസ് ബോക്സ് ആണ് മാപ്പ് നമ്മളെ വരുന്നത്. വളരെ തണുപ്പേറിയ ഒരു മാപ്പാണ് ഈ മാപ്പ്. ശരിക്കും വളരെ തണുത്ത ഒരു ഇതാണ്. ഓ മുച്ചിരിയുടെ ഒരു സ്റ്റേജ് പ്ലേ, ലെജൻഡറി മുച്ചിരി സ്റ്റേജിൽ എടുത്തിരിക്കുന്നത്. ആകാശത്ത് വാളിടുന്ന മുച്ചിരി മാത്രമേ സ്പെക്ക് ചെയ്യത്തുള്ളൂ, കാരണം ഞാൻ മുച്ചിരിയുടെ ഒരു ഫാൻ ആയതുകൊണ്ട് മുച്ചിരി മാത്രമേ സ്പെക്ക്. ഇത് കഴിഞ്ഞിട്ട് മുച്ചിരിയുടെ ഓൾഡ് ഒരു ഗെയിം പ്ലേ ഉണ്ട്, അത് നമുക്ക് വേണേ കാണാം ഈ മാച്ച് കഴിഞ്ഞിട്ട്. വളരെ നല്ല, അതായത് കയറി തൂങ്ങിപ്പോകുമ്പോ കയറിൽ വാളിടാൻ നോക്കുന്ന മുച്ചിരിന്റെ ഒരു ഗെയിം പ്ലേ ഉണ്ട്. വളരെ നല്ലൊരു പിക്കാണ് മുച്ചിരിയുടെ ലെജൻഡറി സ്റ്റേജ്. SRKയുടെ ഒരു സ്കൈ, SRKയുടെ സ്കൈ ആണെങ്കിൽ ഓ ടീം മൊത്തം ഫ്ലാഷ് ആയിരിക്കുന്നു. ടീമിനെ തന്നെ ഫ്ലാഷ് ചെയ്യാൻ വേണ്ടി SRKയുടെ ഒരു സ്കൈ, ഏബലിന്റെ ഒരു ഒമൻ, കോച്ചിന്റെ ഒരു സോവ. കോച്ച് തിരിച്ച് കോച്ച് ഒരു സെന്റിനലാണ്, സെന്റിനൽ പിക്കിലോട്ട് പോകുന്നു. സെക്കൻഡ് ജെറ്റ് എടുത്തിട്ടുണ്ട്. അപ്പുറത്ത് ഈഗോ ജെറ്റ് ഒരു ജെറ്റ് ഡിഫ് കാണാൻ പറ്റുമോ നമുക്ക് നോക്കാം. ഓ ഡബിൾ സെന്റിനലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ. ഡബിൾ സെന്റിനൽ ഇനീഷ്യേറ്റർ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഡബിൾ സെന്റിനൽ പ്ലേ ആണ് ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത്. നമ്മുടെ ഫസ്റ്റത്തെ മാച്ച് തുടങ്ങിയിരിക്കുകയാണ്. അമരവിള ചെന്നൈ 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 ചെന്നൈയായിരുന്നു ജയിച്ചല്ലേ? കഴിഞ്ഞ പ്രാവശ്യം ചെന്നൈയാണ് ജയിച്ചത്. അമരവിള പക്ഷേങ്കിലും അമരവിളയ്ക്ക് അത് കൺവേ ചെയ്യാൻ പറ്റുമോ നോക്കാം. അതെ, ഫസ്റ്റ് തന്നെ നമുക്ക് കാണാം ഷോട്ടി എടുത്തോണ്ട് ഉറപ്പായിട്ടും, കാരണം പറഞ്ഞപ്പോ തന്നെ ഷോട്ടി എടുത്തവൻ രണ്ട് സ്റ്റാച്ചിന് അപ്പുറത്ത് നോക്കുകയാണെങ്കിൽ അപ്പുറത്ത് ആരും ഷോട്ടി മേടിച്ചിട്ടില്ല. എല്ലാരും ഒരു 2-3 ഗോസ്റ്റും ഒരു പുതിയ ഗണ്ണ് കൊടുത്തിട്ടുണ്ട്. എന്റെ പേര് ഞാൻ മറന്നുപോയി. എന്റെ പേര് ഞാനും മറന്നുപോയി, മിസ്റ്റർ ഷൈൻ. ശരി, ഓക്കെ ഓക്കെ, സാരമില്ല സാരമില്ല, നമുക്കത് കാണാം. വെടി കൊള്ളാം. നമ്മള് നോക്കുകയാണെങ്കിൽ മുച്ചിരിയുടെ ഒരു ലെജൻഡറി ഗെയിം പ്ലേ ആണ് നമ്മൾ ഇപ്പൊ കാണാൻ പോകുന്നത്. നമ്മുടെ മുച്ചിരി ഒന്ന് സ്പെക്ക് ചെയ്യാണ് ഗൈസ്. മുച്ചിരി ഒന്ന് നോക്കട്ടെ. മുച്ചിരി നോക്കുമ്പം ആള് ഇപ്പോഴേ എഴുഞ്ഞു തുടങ്ങി. മതിലൊക്കെ വെച്ചിട്ടുണ്ട്. മുച്ചിരിയുടെ ഒരു ലെജൻഡറി ഗെയിം പ്ലേ ആണ് നമ്മൾ ആദ്യം സ്പെക്ക് ചെയ്യാൻ പോകുന്നത്. ഞാൻ വേറെ ആരും സ്പെക്ക് ചെയ്യുന്നില്ല, ഞാൻ മുച്ചിരിനെ മാത്രം സ്പെക്ക് ചെയ്യുന്നുള്ളൂ. ഷോട്ടി എടുത്തിട്ട് അടിച്ചു, കൊടുത്തു. മുച്ചിരി മേലെ മുച്ചിരി നോക്കുന്ന കണ്ടോ പാവം. എടാ ഇപ്പൊ അവർ ഈ ടീം നോക്കണം. ഇനി എന്ത് ഇതാണാ കാണിക്കുന്നത് ചോദിക്കണം. ഉറപ്പ് ഇവിടെ ഒന്നും അറിയില്ല. മുച്ചിരിക്ക് എന്താ സംഭവം അറിയുന്നില്ല. അവിടെ എന്തൊക്കെയാ നടക്കുന്നത്, എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. അവിടെ ഒരു സ്കൈനെ കാണാം. SRKനെ കണ്ടിട്ട് അടിച്ചിട്ട് അവിടെ തന്നെ നിൽക്കുന്നു. ഇരുമ്പ് പോലെ നിൽക്കുന്നുണ്ട്, ഇരുമ്പ് പോലെ. മുച്ചിരി പ്ലാൻ ചെയ്തു. മുച്ചിരിയുടെ ഇമ്പാക്ട് പ്ലാൻ, ഒരു ഇമ്പാക്ട് പ്ലാൻ, ഭയങ്കര, അതായത് റീസൺ മുച്ചിരിയുടെ ആ ഒരു പ്ലാന്റിംഗ് ആയിരുന്നു. ഇപ്പുറം നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്വന്തം SRK മുച്ചിരിക്ക് ഒരു കൂട്ടായി SRK. എടുക്കത്തില്ല. നോക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ ക്ലാസിക് ഒക്കെ ആയിട്ടാണ് വരുന്നത്. നമുക്ക് അപ്പുറത്ത് CSK ഡ്രീമർ നോക്കാം. ഡ്രീമർ അതുപോലെ എന്താ പറയാ സ്പെക്ടർ ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. നമുക്ക് നോക്കാം, ഒരു ചാട്ടം പ്രതീക്ഷിക്കാവോ? ഓ അവരൊരു എയിമെയിൻ തള്ളി വന്നിട്ടുണ്ട്. ഈഗോ വന്നിട്ട് വിഷയം ഇതാണ് നമ്മൾ കാണാൻ പോകുന്നത്. അയ്യോ, ഒരു ഇമ്പാക്ട്ഫുൾ ഹീലിംഗ് ബൈ മുച്ചിരി. അമ്പോ അയ്യോ, മുച്ചിരിക്ക് എന്താന്ന് പോയി നടക്കുന്നത് അറിയാണ്ട് മുച്ചിരി നടക്കുകയാണ്. വേറൊരു ലോകത്താണ്. വളരെ നല്ലൊരു സെന്റിനൽ പ്ലേ ബൈ മുച്ചിരി. അതെ അതെ അതെ.
പക്ഷെ SRK നിങ്ങൾ നോക്കണം, SRK അവിടെ ഓൾറെഡി ഒരു എണ്ണ ഒഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഡ്രീമർ അവിടെ തെന്നി മലന്ന് നടുവടിച്ച് വീണിട്ടുണ്ട്. നമ്മുടെ ഷാജി പാപ്പൻ വീണ പോലെ നടുവെട്ടി കിടപ്പുണ്ട്. അടുത്തത് SRK നമുക്ക് നോക്കുകയാണെങ്കിൽ SRK ഒരു ഇതായിരുന്നു, ടാക്ടിക്സ് ആയിരുന്നു, എണ്ണ ഒഴിച്ചു വെച്ചതാണ്. മുച്ചിരിയുടെ ഒരു പ്ലേ ആണ് ഇപ്പൊ ഫുൾ ഔട്ട് പ്ലേ. അപ്പൊ നോക്കുമ്പോൾ മൂന്നാമത്തെ റൗണ്ട് ആയിട്ട് ഇപ്പോഴും ഗോസ്റ്റ് പിടിച്ചോണ്ടിരിക്കുന്ന മുച്ചിരി ഗണ്ണ് മേടിക്കാൻ അറിയില്ലെന്ന് തോന്നുന്നു. യൂട്ടിലിറ്റീസ് ഒന്നും മേടിച്ചിട്ടില്ല. ഒരു 6000 രൂപ കയ്യിലുണ്ട്. 6000 പുള്ളിക്കാരൻ ഒരു ബാങ്കാണ്. 6000 രൂപ കയ്യിൽ വെച്ചിട്ട് മുച്ചിരി ഇപ്പോഴും ഗോസ്റ്റ് മാത്രം ഒന്നും മേടിച്ചിട്ടില്ല ഇതുവരെ. നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ മുച്ചിരിയുടെ ഒരു വിഷയം ഗെയിം പ്ലാൻ തന്നെ പറയാം നമുക്ക്. CSK ഡ്രീമർ വിത്ത് ഷോട്ട് ഗൺ. ഈഗോ രണ്ടുപേരെ എടുത്തിട്ടുണ്ട്. യാട്ടോനെ SRK ഒരു ബ്ലൈൻഡ്. SRK വേഴ്സസ് ഡ്രീമർ. ഓ സ്നൈപ്പ് SRK എടുക്കുന്ന വെച്ചാ മുച്ചിരി. മുച്ചിരിയുടെ ഒരു പിക്ക്. മുച്ചിരി കാലി മുച്ചിരി ഗണ്ണ് മേടിക്കാൻ പഠിച്ചിരിക്കുന്നു. ഗണ്ണ് മേടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. നമ്മൾ നോക്കുമ്പോ 0-3 എന്നൊരു സ്കോറിലാണ്. ഇത് എന്ത് പറ്റി കേസ്? ഇത് ഭയങ്കര ഒരു വിശ്വസിക്കാൻ പറ്റത്തില്ല. ഇത് അവര് കൺവേ ചെയ്യോ, തിരിച്ചത് പിടിക്കുവോ? സത്യം ഇത് വളരെ ഒരു ഇതായുള്ള കളിയാണ് കാണുന്നത്. SRK ഒരു സെക്കൻഡ് ഒരു പെർഫോം ചെയ്യുന്നില്ല സെക്കൻഡ്, അതുകൊണ്ടായിരിക്കാം. സെക്കൻഡ് തള്ളി വരുന്നുണ്ട്, ഓപ്പെടുത്തോണ്ട് വരുന്നുണ്ട്. സെക്കൻഡ് നോക്കുമ്പോ സെക്കൻഡ് ഷെർഫും കൊണ്ട് തള്ളുന്നുണ്ട്. പക്ഷെ ഇവിടെ എങ്ങും ആരും ഇല്ല തള്ളിട്ട്. നല്ലൊരു ബാക്ക് സ്റ്റാബ്, അയ്യോ പിടിച്ചു, ബാക്ക് സ്റ്റാബ് പിടിച്ചു. സെക്കൻഡ് കിടിലൻ 2 ഷോട്ട് വെച്ചു കൊടുത്തു രണ്ടുപേർക്ക്. അയ്യോ നൈസ്. ഇവനെ എടുത്താൽ മുച്ചിരി പിന്നെയും ഭയങ്കര ഇമ്പാക്ട്ഫുൾ പ്ലേ ബൈ മുച്ചിരി. ടീമിന് വളരെ നല്ലൊരു സപ്പോർട്ടാണ്. നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ 0 ഡെത്ത് ആണ് മുച്ചിരിക്ക്. 4 റൗണ്ടിൽ 0 ഡെത്ത് ആണ്. വളരെ ഇവിടെ നോക്കുകയാണെങ്കിൽ 0 ഡെത്ത്. ഇവിടെ ആർക്കും ഇല്ലാത്തൊരു അച്ചീവ്മെന്റ് ആണ് 0 ഡെത്ത്. 4 റൗണ്ടിൽ 0 ഡെത്ത്. മുച്ചിരി ഒരു 3 പിക്ക് എടുക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിവിടെ കണ്ടോണ്ടിരിക്കുന്നത്. സ്നൈപ്പ് വിത്ത് വാൻഡൽ. സ്നൈപ്പിന്റെ ഗെയിം എടുക്കട്ടെ. സ്നൈപ്പ് വിത്ത് ഒരു വാൻഡലുമായിട്ട് ഓടി തള്ളിക്കറുന്നത്. എനിക്ക് ആരെയും പേടിയില്ല എന്നാണ്. ചന്ദ്രനെ എടുത്തിട്ട് അടിച്ചു. അത് നല്ലൊരു പിക്കായിരുന്നു അത്. പിക്ക് ഓഫ് ചെയ്യോ നോക്കാം. പള്ളി തൂങ്ങി ഒന്ന് മലന്നു. മുച്ചിരിയുടെ ഒരു ഇത് ബാക്കില് മുച്ചിരി നോക്കുമ്പോ മുച്ചിരിക്ക് എന്താ നടക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഇവരെല്ലാം രണ്ടുപേരും റെഡിയായി നിൽക്കുക. നോക്ക്, സ്നൈപ്പ് പിക്ക് ഓഫ് ചെയ്യുന്നു. അയ്യോ പിക്ക് ഓഫ് ചെയ്യുന്നു. മുച്ചിരി അതിന്റെ ഇടയിൽ പിക്ക് എടുത്തു. മുച്ചിരി ഇമ്മോർട്ടൽ കില്ലുവാനെ എടുക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. മുച്ചിരി ബോഡി ഷോട്ട് ബാലുവായി. വാട്ട് എ പ്ലെയർ, ദ ലെജൻഡ് ഹിംസെൽഫ് മുച്ചിരി. വാട്ട് എ പ്ലെയർ. ഇവിടെ നോക്കുമ്പോ ഒറ്റയ്ക്കാണ് യാറ്റയ്ക്ക് ഒരാളെ കൊന്ന അൾട്ടി കിട്ടും. നമുക്ക് നോക്കാം ആരായിരിക്കും. മിക്കവാറും മുച്ചിരി ആയിരിക്കും. മുച്ചിരിയുടെ വരവ് കണ്ടറിയാം മുച്ചിരി തന്നെയാണ്. ആ ഫസ്റ്റ് ഡെത്ത് മുച്ചിരി കൊടുത്തിരിക്കും. മുച്ചിരിന്റെ ആദ്യത്തെ ഡെത്താണ്. അങ്ങനെ ഇവിടെ നോക്കുകയാണെങ്കിൽ ബാക്കി രണ്ടുപേരും ലോ ആണ്. സ്നൈപ്പിന്റെ ഒരു വെൽ ഫക്കിംഗ് ആംഗിൾ നോക്ക്. അവന് വേണ്ടി വെയിറ്റിംഗ് ആണ്. മെറ്റയാണ്. സോ നിന്നെ കണ്ടുപിടിച്ചിരിക്കും എന്നാണ് എനിക്കൊരു തോന്നൽ. ഇല്ല, പോയി.
രക്ഷപ്പെട്ടു. യാറ്റോ പക്ഷെ നോക്ക് കണ്ട LX2ന്റെ ഗെയിം പ്ലേ കണ്ടിട്ട് സസ് ഉണ്ടല്ലോ മോനെ. എല്ലാ ആംഗിളും ക്ലിയർ ചെയ്യണ്ടാവും. മോനെ LX2 LX2 ഇച്ചിരി ഡിലേ ഉണ്ട് മോനെ, ഇച്ചിരി ഡിലേ ഉണ്ട്. പിന്നെ നീ അതങ്ങ് ക്ലോസ് ആക്കട്ടെ, അതിക്ക് പോരി. LX2 മനെ ഇച്ചിരി nice ആയിട്ട് രണ്ട് ഷോട്ട് അടിച്ചിട്ട് അവസാനം ബോംബിൽ ചത്ത സ്നൈപ്പ്. 5 റൗണ്ട് പോക്കെ. ഇപ്പൊ നമുക്ക് ടോപ്പ് റാഗ് ചെയ്യുന്ന യാറ്റോ ആണ്. അപ്പുറത്തെ സൈഡ് ആണെങ്കിൽ സ്നൈപ്പാണ്. സ്നൈപ്പ് TSK ഡ്രൈവർ ഇഞ്ചോട് ഇഞ്ച് തോളോട് തോൾ ചേർന്ന് ടീമിനെ എടുത്തു കൊണ്ടുവന്ന കാഴ്ച. ഒരു കാര്യം നടക്കുന്നത്, അതായത് മുച്ചിരിക്ക് 4 കില്ലായി. ഒന്ന് ആലോചിച്ച് 4 കിലോ നമ്മുടെ ഇന്നത്തെ താരം എന്ന് പറയാൻ നമുക്ക് നോക്കുവാണെങ്കിൽ ഏബൽ സേട്ടൻ വിത്ത് 0 kills. അതെ അത് എടുത്തു പറയണം. ഏബൽ സേട്ടൻ കളിക്കാത്തോണ്ടാണ് അത് അങ്ങനെ വന്നിരിക്കുന്നതാണ് പറയാൻ വന്നത്. പുകപ്പണ്ണിന് സാധ്യതയുണ്ടോ? ഏബലിന്റെ ഒരു പുകപ്പണ്ണ് കാണാൻ നമുക്ക് സാധിക്കോ? ഇവിടെ നോക്കുകയാണെങ്കിൽ കില്ല് വിത്ത് ഷോട്ട് ഗൺ. എല്ലാരും ഷോട്ട് ഗണ്ണാണ്. ചാടി വന്നവനെ ബ്ലൈൻഡ് ടു പോർക്ക് അവിടെ റീപ്പറിനെ എടുത്തിരിക്കുന്നു. സെക്കൻഡ് അവിടുത്തെ നല്ലൊരു ഡ്യൂലിസ്റ്റിനെയാണ് എടുത്തിട്ട് അടിച്ചത്. നമുക്ക് നോക്കാം. ഇവിടെ നോക്കുകയാണെങ്കിൽ CSK ഡ്രൈവർ 4v5 തിരിച്ചവർ പിടിക്കുമെന്ന്. സ്നൈപ്പിന്റെ ഒരു പുഷ്. സ്നൈപ്പിനെ ഫ്ലാഷ് ചെയ്തിരിക്കുന്നു. സ്വന്തം ടീമിനെ ഫ്ലാഷ് ചെയ്തോണ്ട് ഒരൾട്ട് ബൈ സ്നൈപ്പ്. സ്നൈപ്പിന്റെ അൾട്ട്. ഓ സ്നൈപ്പ് നല്ലൊരു പിക്ക് ഓഫ് ആയിരുന്നു സ്നൈപ്പിന്റെ. ഇപ്പോഴും സൈറ്റിൽ ചില്ല് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. മുച്ചിരി ഇപ്പോഴും അറിഞ്ഞിട്ടില്ല സൈറ്റിൽ കയറിയത്. മുച്ചിരി ഇതാ പ്ലാൻ എടുക്കാൻ പോകുന്നു. മുച്ചിരിയുടെ പ്ലാൻ ഒരു ഇമ്പാക്ട്ഫുൾ പ്ലാൻ ബൈ മുച്ചിരി. മുച്ചിരിയുടെ പ്ലാൻ എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു ഇമ്പാക്ട്ഫുൾ പ്ലാൻ മുച്ചിരിയുടെ. അതെന്തോ ചെയ്യാൻ വണ്ടി വണ്ടി തേര് കയറി പോന്ന് വിചാരിച്ചു. പക്ഷെ വണ്ടി തേര് കയറി പോയില്ല. എനിക്ക് അയ്യോ ഇവിടെ നോക്കുവാണെങ്കിൽ സ്റ്റിൽ എ സൈറ്റ് തന്നെയാണ് എല്ലാരും കമ്മിറ്റ് ചെയ്യുന്നത്. എ സൈറ്റിൽ 3 പേരുണ്ട്. ഒരാൾ മിഡ് കളിക്കുന്നു. നമ്മളിപ്പോ ഏബൽ സേട്ടൻ ഒരു പിക്ക് എടുത്തു. ആക്ച്വലി അത് നമ്മൾ ശ്രദ്ധിച്ചില്ല. ഇവിടെ നോക്കുകയാണെങ്കിൽ CSK ഡ്രീമർ ഒരു പുഷ് ചെയ്യാൻ ചാൻസ്. CSK ഡ്രീമറിന്റെ കാലിന്റെ ഇടയിൽ നിന്ന് ഒരു പിക്ക് എടുത്തിട്ട് പോയി. CSK ഡ്രീമർ കില്ല് ചെയ്യാൻ എടുക്കുന്ന കാഴ്ച. ഓ CSK ഡ്രീമർ അടുത്ത പിക്ക് എടുക്കോ? യാറ്റോനെ എടുക്കാൻ ചാൻസ് ഉണ്ടോ? യാറ്റോ മുച്ചിരിന്റെ ഒരു വിഷയം. സ്നൈപ്പിനെ റിവൈവ് ചെയ്ത് വിട്ടു. യാട്ടോടെ നോക്കുമ്പോ ഇവിടെ ചന്ദ്രുവിന്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ചന്ദ്രു ബാക്ക് സ്റ്റാബ് ചെയ്തു. ബ്ലൈൻഡ് ടു വർക്ക് മുച്ചിരിയുടെ വിഷയം വാൾ ബൈ മുച്ചിരി. വാവ് മിഡങ്ങ് അടച്ചു വെച്ചിട്ടുള്ള ഒരു വാൾ ബൈ മുച്ചിരി. നമുക്ക് നോക്കുകയാണെങ്കിൽ യാറ്റോ ഉണ്ട്, ഏബൽ സേട്ടൻ ഉണ്ട്. ഏബൽ സേട്ടൻ വാള് വീശി പുറയിലൂടെ വരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് വിത്ത് ഷോട്ട് ഗൺ. ഏബൽ ഫുൾ ഷോട്ട് ഗൺ ഒരു പ്ലേ ആണ്. ഏബൽ മീറ്റ് ചെയ്യുന്ന ഒരു കാഴ്ച. യാറ്റോ ബ്ലൈൻഡ് ബോർഗിനെ പിക്ക് ഓഫ് ചെയ്യുന്നു. ഏബൽ പക്ഷെ ഞാൻ നോക്കിക്കോട്ടെ, സ്നൈപ്പിന്റെ നല്ലൊരു പൊസിഷൻ ആണ്. പക്ഷെ ഇത് ഉറപ്പായിട്ട് യാറ്റോ കണ്ടുപിടിച്ചിരിക്കും. ഇത് കണ്ടു ഉച്ചിരി പ്ലാൻ ചെയ്യുന്ന ഒരു കാഴ്ച. ഇവിടെ നോക്കുകയാണെങ്കിൽ ഏബലിന്റെ ഒരു അൾട്ട്. ഏബൽ അൾട്ട് ചെയ്തില്ലേ? ഡിസ്കണക്ട് ആയോ? നല്ലൊരു ഡിങ്ക് കൊടുത്ത് വിട്ട് സ്നൈപ്പ് 12 കില്ലുമായി സ്നൈപ്പാണ് ക്യാരി ചെയ്യുന്നത്. തൊട്ടു പിന്നാലെ ടോപ്പ് റാഗറായി സ്നൈപ്പ്. അപ്പുറം നോക്കുകയാണെങ്കിൽ LX ആണ്. കോച്ചിന് കളിക്കാൻ പറ്റുന്നില്ല. ആക്ച്വലി കോച്ച് ഒരു കില്ല്
ഏഴിടത്ത് എന്തോ കോച്ചിന് ചിലപ്പം ഈ ടീമിന്റെ ഇത് കാരണം കോച്ച് ഭ്രാന്തായി കാണണം എന്തേലും. ഇല്ല കോച്ചിന് പിന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു 55-54 പിങ്. അത് ഓക്കെയാണ്. ഓക്കെ ചെന്നൈ വെച്ച് നോക്കുമ്പോൾ 55 പിങ് എന്ന് പറയുന്നത് വളരെ ഒരു കളിക്കാണ്. കൂടിയ പിങ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് തോന്നണേ അതുകൊണ്ടാണ് കൊച്ചു കളിക്കാൻ കളിക്കാൻ പറ്റും, അതൊക്കെ കളിക്കാൻ പറ്റും. ഇപ്പൊ നോക്കാണ് ലെജൻഡ് ഹിംസെൽഫ് മുച്ചിരിയാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. CSK ഡ്രീമർ യാറ്റാനെ പിക്ക് ഓഫ് ചെയ്യുന്നു. ഒരു റേസ് ഡിഫാണ് നമ്മൾ കണ്ടത്. CSK ഡ്രീമർ SRK പിക്ക് ഓഫ്. ബ്ലൈൻഡ് ആയി നിൽക്കിയ ഒരു ഷോട്ട് ബൈ CSK ഡ്രീമർ. എയ്സ് ആണോ അത്? ഡ്രീമറിന് ഒരു എയ്സ് ആണോ? റേസ് കിട്ടുമോ? കിട്ടുമോ? 8 അവർ കൊടുക്കോ? എന്തിനാണ് അവിടെ ബൂം പൊട്ടിട്ട് ടീമൊക്കെ അവിടെ ഉണ്ട്. ലോള് ഏബൽ ചേട്ടനെ പിക്ക് ഓഫ് ചെയ്യുന്നു. സ്നൈപ്പ് ഏബൽ ചേട്ടനെ പറഞ്ഞു അങ്ങനെ എയ്സ് തരൂല. കോച്ചിനെ പിക്ക് ഓഫ് ചെയ്യുമോ? കൊച്ചു പറഞ്ഞു വാടാ മോനെ നീ എനിക്ക് കില്ല് എടുക്കാൻ വേണ്ടി വാ. മുട്ടയൊക്കെ എറിഞ്ഞിട്ടുണ്ട് അവിടെ. ഷോട്ട് ഗണുമായിട്ടാണ് നൈസ് ട്രൈ ബൈ കില്ല്. രണ്ടുപേരെ അവിടെ പിക്ക് ഓഫ് ചെയ്തിരുന്നു. 3 പേര് പുഷ് ചെയ്യുന്ന സ്ഥലത്ത് 2 പേരെ പിക്ക് ഓഫ് ചെയ്തിരിക്കുന്നു. നല്ലൊരു പക്ഷെ ഇതൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി, ഇതൊരു മൺസിൽഡാ. ഇത് എങ്ങനെ ഇത് 0-8 പോകുന്നത്? അത് എങ്ങനെ മാപ്പ് ചേഞ്ച് ആവുമ്പോ ചിലപ്പോ അവര് കിട്ടായിരിക്കും അറ്റാക്കില്. ഇതൊരു വൺ സൈഡഡ് മാച്ച് പോലെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ ഷൈജു? വളരെ സത്യമായ ഒരു കാര്യം. ഐസ് ബോക്സ് സംബന്ധിച്ചോളം 3 റൗണ്ട് കിട്ടിയാൽ മതി ഡിഫൻസിന്. ആക്ച്വലി നിങ്ങളൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അവർ ഡബിൾ സെന്റിലാണ് ഇപ്പൊ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്കൊരു ഇനീഷ്യേറ്റർ അവർക്കൊരു ഇനിഷ്യേറ്റർ ഇല്ല. അവരിനി അടുത്ത ഡിഫൻസിൽ അവർ പണി കിട്ടാൻ പോണേ. ഞാൻ പറഞ്ഞു ഇപ്പൊ കണ്ടോണേ, ഇപ്പം വന്നൊരുത്തം വന്ന് ചാവും. സംഭവം SRK നിൽപ്പാണ് പ്രശ്നം. ഇനിഷ്യേറ്റർ ഇവർക്കും ഇല്ല. മുച്ചിരിനെ എടുക്കാം. അവിടെ CSK ഡ്രീമറെ പിക്ക് ഓഫ് ചെയ്തിരിക്കുന്നു. സെക്കൻഡ് SRK വിത്ത് മാർക്കറ്റ്. മുച്ചിരി റീലോഡ് ഒക്കെ ചെയ്ത് നിപ്പുണ്ട്. അവസാനത്തെ ആളായിട്ട് ഹീല് കൊടുക്കാൻ വേണ്ടിയാണ് മുച്ചിരി നിൽക്കുന്നത്. സ്നൈപ്പ് അതാണ് സംഭവം. ഓ സ്നൈപ്പിനെ ഒരു കിഡിലെ ഹെഡ്ഷോട്ട്. വീണ്ടും ആ മണ്ടത്തരം കാണിക്കുന്നില്ല അവര്. ഓ സ്നൈപ്പിന് ഒരു പീക്ക് കൊടുത്ത് ഒരു ഒരു കാര്യമില്ലായിരുന്നു പീക്ക് വെക്കുന്നത്. ഇവിടെ ഏബൽ സൈഡ് പിക്ക് ഓഫ് ചെയ്തിരിക്കുന്നു സ്നൈപ്പിനെ. ഇവിടെ നോക്കുകയാണെങ്കിൽ മുച്ചിരി ഇത് ലെജൻഡ് ഹിംസെൽഫ് മുച്ചിരി പട്ടി കടിക്കുന്ന ഒരു കാഴ്ച. ഓ അയ്യോ എന്താ ചെയ്യാനെന്ന് അറിയാതെ മുച്ചിരി ഇതാ മുച്ചിരി ഓ മുച്ചിരി വളരെ നല്ലൊരു പ്ലേ ആയിരുന്നു മുച്ചിരിയുടെ സൈഡ്. മോബി ഒച്ചക്ക് കളക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ടോ? ഒരു റൗണ്ട് നിങ്ങൾക്ക് ലഭിക്കാൻ പറ്റുമോ? 9 റൗണ്ടുകൾ പിന്നിട്ട് 9-0 എന്നുള്ളൊരു സ്കോറിലോട്ട് 0-9 എന്നൊരു ഇതിലോട്ട് നമ്മുടെ കളി വളരെ വൺ സൈഡഡ്. ഐസ് ബോക്സിൽ തീ പാർന്ന കാഴ്ച. ഐസ് ബോക്സിലെ മഞ്ഞുകൾ ഉരുകുമോ? അവിടെ നോക്കുമ്പോ മുച്ചിരി ബോംബ് പോലും എടുക്കാതെ വരുന്നുണ്ട്. എന്തിനാണ് അന്ന് പറഞ്ഞിട്ട് തള്ളക്കി വിളിച്ചവനെ തിരിച്ചിപ്പോ വിടും. തോക്കൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും അവർ ശ്രദ്ധിക്കുന്നില്ല ബോംബ് ഇവിടെ കിടപ്പുണ്ടെന്നുള്ളത്. ബോംബ് വേണ്ട ഒന്നറിയവര് മനസ്സിലായോ? അമരവിളയുടെ ഒരു കമ്പാക്ക് ആണ്. ഓപ്പറേറ്റർ മിഡിലോട്ട് ഒരു ഓപ്പറേറ്റർ വെച്ച് പീക്ക് ചെയ്യുന്നുണ്ട്. അവിടെ ഓപ്പറേറ്റർ മിഡിൽ വന്ന് വരാൻ ആരുണ്ട്? ഓക്കെ റീപ്പർ ഓപ്പറേറ്റർ വരാൻ വേണ്ടി റീപ്പർ ഈഗോ പീക്കാണോ? ഓപ്പറേറ്റർ വെച്ചടിച്ചു. റീപ്പർ ഓപ്പറേറ്ററിനെ വെച്ചടിക്കുന്ന ഒരു കാഴ്ച. മുച്ചിരി മുച്ചിരി ഓ വിഷയം കിടിലം വാൾ. അവിടെ ആള് വരാ ഈ ബാക്ക് സ്റ്റാബ് ആരും വരാണ്ടിരിക്കുന്ന രീതിയിൽ ഒരു കിടിലം വാൾ ബൈ മുച്ചിരി. ആരും ബാക്ക് സ്റ്റാബ് വരത്തില്ല. അങ്ങനെ ഒരു വാള് ഉറങ്ങി ഒറ്റ ഓട്ടം എന്നിട്ട് അവന്റെ അണ്ണാക്കിലോട്ടാണല്ലോ പോയത്. അണ്ണാക്കിൽ അടിച്ചു കൊടുത്ത് ഫയറിന്റെ ഹോളെന്ന് കേട്ടപ്പോഴേ സാച്ചിലിട്ടങ്ങ് പറന്ന്. ബുദ്ധി മുച്ചിരിയുടെ വാള് നോക്കുകയാണെങ്കിൽ അതൊരു വിഷയം വാളല്ലേ മുച്ചിരിയുടെ. നടന്നു വരുന്ന ആൾക്കാർ മാറി കൂടെ വരാൻ പറ്റില്ല. മേലെ കൂടെ വന്നു കഴിഞ്ഞാൽ ചാടി കഴിഞ്ഞാൽ സൗണ്ട് കേൾക്കും. മനസ്സിലായോ? ഇനിയാണ് നമുക്ക് അറിയേണ്ടത് ഇവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ?
എന്നുള്ള ഒരു ഇത്. ഇഴഞ്ഞു തരാൻ പറ്റൂല അവർക്ക്. എന്തൊക്കെയാ ഞാൻ ഈ കാണണേ എന്തൊക്കെ ഞാൻ ഈ കാണണേ. ഇത് മുച്ചിന്റെ അടുത്ത ആള് ഗ്രിംബാൺ. ഇച്ചിരി ഇത് ഈ പ്രാവശ്യം അറ്റാക്ക് ചെയ്യണം ഇവർക്ക്. അപ്പം- അല്ല അറ്റാക്ക് അല്ല സോറി ഇനി നമ്മളിപ്പോ കണ്ടുപിടിക്കുന്നത് SRKയുടെ മാർഷലാണ്. ഒരു റൗണ്ടെങ്കിലും എടുത്തായിരുന്നെങ്കിൽ നമുക്കറിയാം എന്തേലും ഒരു കംബാക്ക് അടിക്കുമെന്ന്. ഇതിപ്പം ഒരു റൗണ്ട് പോലും ഇല്ല. ഷോട്ട് ഗൺ എനിക്ക് തോന്നുന്നു ഒരു ഡിഫെൻഡിങ് ജയിക്കും തോന്നുന്നു. ഓ അവിടെ പിക്ക് ഓഫ് ചെയ്തിരിക്കുന്നു CSK വൺ ബൈ വൺ അങ്ങോട്ട് ട്രേഡ് പോയിരിക്കുന്നു. നല്ലൊരു നീഡായിരുന്നു CSK ഡ്രീമറിന്റെ. മുച്ചിരി മുച്ചിരി ഇതാ വാളി ഞാൻ പോണ കാഴ്ച കണ്ടുപോയി. മുച്ചിരി കില്ലുവ കോച്ചിന് എടുക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടത്. 5 കാർബൈൻ റൈഫിൾ വെച്ചടിക്കുന്ന പോലെ ഫാൻഡം വെച്ചടിക്കുന്ന ഒരു കാഴ്ചയാണ് മുച്ചിരി. മുച്ചിരിനെ ഏബൽ ചേട്ടൻ പണ്ടുന്ന ഒരു കാഴ്ച. ഏബൽ ചേട്ടൻ മുച്ചിരി അവരുടെ ടീമിൽ കിട്ടുന്ന കാര്യം നമുക്ക് ഇവിടെ കേൾക്കാവുന്നതാണ്. ഏബൽ ചേട്ടനെ CSK ഡ്രീമർ പിക്ക് ഓഫ് ചെയ്യുന്നു. അങ്ങനെ 11 റൗണ്ടുകൾ പിന്നിടുകയായി ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത കളിക്ക് മുന്നേ ക്യാമറ ആണ്. അടുത്ത കളി ഉണ്ടെങ്കിൽ ക്യാമറ നോക്കട്ടെ. ഇതെന്താ ഇവിടെ നടക്കുന്നത്? കണ്ണ് വേനെടുക്കുന്നുണ്ട്, കണ്ണീന്നൊക്കെ വെള്ളം വരുന്നു. അതുകൊണ്ട് ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു 1 സൈഡഡ് ഡോമിനേഷൻ. ഇത് ഗണ്ണ് ഇത് പാളയം മാർക്കറ്റിൽ തോക്കുകൾ വിൽക്കാനിട്ട പോലെ ഇതാ ഇവിടെ എല്ലാം മേടിച്ചു കൊടുക്കണം. എല്ലാം മേടിച്ച് ഇവിടെ നേടുന്ന ഒരു കാഴ്ച കാണാം. ഇത്ര നേരം ടേൽ വന്നോണ്ടിരിക്കല്ലേ? അവരുടെ ഏത് പോയിട്ടും അവർക്ക് ജയിക്കാൻ പറ്റുന്നുണ്ട്. CSK ഡ്രീമറിന്റെ ഒരു മഴുകൻ പ്ലെയർ. അയ്യോ ചേട്ടൻ പറന്നു വരുന്നു. നല്ലൊരു പ്ലെയർ, നല്ലൊരു ട്രൈ ആയിരുന്നു. ഇത് ആര് ജയിക്കും? ഇവിടെ ഓടിയാൽ അടി കിട്ടും. അയ്യോ അങ്ങനെ നമ്മുടെ കോച്ചാണ്. കോച്ച് ഇപ്പൊ ഒട്ടും ഒരു എന്താ പറയാ മൂഡിലല്ല ഇരിക്കുന്നത്. പക്ഷെ കോച്ചിന്റെ ഒന്ന് ഫോം ആയ കോച്ച് തകർക്കും എന്നാണ് പറയുന്നത്. അതെ, മൂത്രം ഒഴിച്ചിട്ടുള്ള എല്ലാ വെള്ളവും പോയിട്ടിരിക്കുവാണ്. അതുകൊണ്ട് വയ്യ. മൂത്രയിക്കാൻ പോയായിരുന്നു. അതിന്റെ ഒരു ഇമ്പാക്ട് ആണെന്ന് തോന്നുന്നു കളിയില്ലത്. കളിയെ ഭയങ്കര കോച്ച് ജയിച്ചാൽ അതൊരു കോച്ചിന്റെ കംബാക്ക്. അതെ, കോച്ചിന് ഒരു കംബാക്ക് അടുപ്പിക്കാം. സൗണ്ട് കേട്ടില്ലേ? കോച്ച് ബാക്ക് സേവ് ആക്ച്വലി കോച്ചിനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മൾ. അങ്ങനെ ഒരു 1 സൈഡഡ് പ്ലേ ആണ് നമ്മളിവിടെ കണ്ടോണ്ടിരിക്കുന്നത്. 12-0. ഇതിനി ഇവര് കംബാക്ക് അടിച്ചല്ലോ. നോക്കുകയാണെങ്കിൽ മുച്ചിന്റെ താഴെയാണ് ബ്ലൈൻഡ്. നമ്മുടെ വില്ലുവിനെ മിസ് ചെയ്യുന്നു തോന്നുന്നു. വില്ലുവിനെ മിസ് ആവുന്നു തോന്നുന്നു ടീമിന്. അത് പുതിയ ജോർജ് കൊടുത്ത അക്കൗണ്ട് ഇപ്പൊ ഇല്ല. അത് ഈ ലോകത്തില്ല. ജോർജിന് കൊടുത്ത അക്കൗണ്ട് അത് ഡിലീറ്റ് ചെയ്ത പോലെ. ഡ്രീമർ വിത്ത് 20 kills, 18 kill with snipe, 10 kill with ego, മോബി. ചുമ്മാ അല്ല, കോച്ച്, സ്നൈപ്പ്, മോബി ഇവര് 3 പേര് തന്നെ ഒരു ടീമിൽ വന്നടാ. ഇല്ല കോച്ച് വേറെ ടീമാ, സ്നൈപ്പ് വേറെ ടീമല്ലേ? സ്നൈപ്പ് ഇല്ല, സ്നൈപ്പും മോബിയും ഒക്കെ ടീം ഒരേ ടീമാ. നോക്ക്, കോച്ചും അവിടെ സെക്കൻഡ് മാത്രമാണ്. അപ്പൊ എനിക്ക് ഫോം അല്ല, അതാണ് സംഭവം. ഓക്കെ, യാട്ടോ പറന്ന് വരുന്നുണ്ട്. കോച്ചിനെ പിക്ക് അപ്പ് ചെയ്യുന്നു. അയ്യോ, അഗൈൻ 3-2. ഇതൊരു കംബാക്ക് ആണ്. എന്ത് പറയുന്നു? കംബാക്ക് ആണോ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത്? ഏബൽ ചേട്ടൻ കൊണ്ട് കളയോ? എല്ലാരും യാറ്റോ ലോ ആണ്. അതെ, കളി ഇതൊരു 2-2.
ഓടി നടന്ന സെക്കൻഡ് ഒരെണ്ണം കൊടുത്തു, അതൊരു 2v2 ആയി മാറി. ഓ, ഏബൽ ചേട്ടൻ. ഏബൽ ചേട്ടൻ നല്ലൊരു ഷോട്ട് ബൈ ഏബൽ ചേട്ടൻ. ഇനിയിപ്പോ സ്നൈപ്പ് ആങ്കാരോ കാണിക്കുന്നത്. സ്നൈപ്പ് അയ്യോ, ഏബൽ എന്തോ കാണിക്കുന്നേ? എന്തോ ഏബലെ കാണിക്കുന്നത്. കളി തോപ്പിച്ച്. ഏബൽ കളി തോന്നുന്ന ഒരു കാഴ്ച. വളരെ വളരെ GG's guys. അപ്പൊ ഇതൊരു 13-0 ആയി മാറിയിരിക്കുന്നു guys. 13-0. അമരവിള ഡോമിനേഷൻ. എന്താ ഇതിനെ കുറിച്ച് പറയാനുള്ളത്? നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ഇതിനെ കുറിച്ച്? ഇത് ഇത്രയും ഒരു സ്കോർ ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇത് എന്താണ് ഇത് ഇങ്ങനെ ഒരു കളി മാറിയത്? ഒരു റൗണ്ടെങ്കിലും ജയിക്കുന്നു വിചാരിച്ചു. നോക്കുകയാണെങ്കിൽ മുച്ചിരി വിത്ത് ആർഗിൽ. ബോട്ടം ഫ്രാഗർ അതാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ്. അല്ലല്ല, മുച്ചിരി ബോട്ടം ഫ്രാഗർ ഒന്നുമല്ല. മുച്ചിരി അല്ലടാ അല്ല, കോച്ചുണ്ട് കോച്ചുണ്ട്. ബോട്ടം ഫ്രാഗർ പക്ഷേ 6 കില്ലുണ്ടെന്ന് ഫ്രാഗർ എന്ന് പറയാനില്ലേ, 6 കില്ലുണ്ടല്ലോ. മറ്റേ ഇത് ഈക്കോ അതൊക്കെ വെച്ചിട്ട് ഈക്കോ വെച്ച് നോക്കുമ്പോൾ ബോട്ടം ബോട്ടമാണത്. മുച്ചിരി പക്ഷെങ്കിൽ മുച്ചിരി നല്ലൊരു പ്ലേ ആയിരുന്നു. മുച്ചിരിക്ക് പറ്റിയ രീതിയിൽ മുച്ചിരി കളിച്ചിട്ടുണ്ട്. ഇമ്പാക്ട്ഫുൾ പ്ലെയർ ആയിരുന്നു. ഇമ്പാക്ട്ഫുൾ. അടുത്ത മാപ്പ് ഹലോ